ഈ വീഡിയോയിൽ യു എസുമായിട്ട് ബന്ധപ്പെട്ട് അതേപോലെ ഈ യു എസ് എയ്ഡ് ശരിക്കും ഇന്ത്യക്കുള്ളിൽ അവരുടെ ഒരു കളി നടന്നിട്ടുണ്ട്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഈ ജോ ബൈഡൻ പൊസിഷനിൽ വന്നതിന് ശേഷമാണ് ആ ഒരു ടൈം ലൈനിലാണ് ഈ ഒരു ഡീപ് സ്റ്റേറ്റ് ആ ഒരു പണി ഇന്ത്യക്കുള്ളിൽ തുടങ്ങിയത്. അത് വേറെ എവിടെയില്ല, ഹൈദരാബാദിലാണ്, തെലുങ്കാന. അപ്പോൾ ആ വിഷയവുമായിട്ട് നമ്മൾ വരാം. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകേണ്ടതുണ്ട്. അപ്പോൾ അത് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു വിഷയത്തിലോട്ട് വരാം, ആ ഫൈൻഡിങ്സിലോട്ട് വരാം. പിന്നെ നമ്മൾ ഇന്നലെ വാർത്തയിൽ നമ്മൾ ചെറുതായിട്ട് ഒന്ന് പരാമർശിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഈ റഷ്യയിൽ നിന്ന് പുടിനാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വുഹാൻ ലബോറട്ടറിക്ക് 1 മില്യൺ എയ്ഡ് കൊടുത്തതായിട്ടുള്ള ഒരു ആരോപണം പറഞ്ഞത്. അപ്പൊ അത് ഈ പുടിന്റെ ഫൈൻഡിങ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ ഒരു മണി ഡീലിംഗ് നടന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അത് കൃത്യമായിട്ട് റഷ്യയുടെ ഭാഗത്ത് നിന്ന് അതിന്റെ കൺഫർമേഷൻ വന്നത്. ഇതെന്താണ് സംഭവിച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഇപ്പം ഈ കോവിഡ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു എപ്പിഡമിക് ആയിട്ട് അത് തുടങ്ങി ഒരു ഗ്ലോബൽ പാൻഡമിക്കിലേക്ക് മാറിയ വൈറസ് അറ്റാക്ക് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ COVID-19 എന്ന് പറയുന്നത്. ഈ COVID-19 ട്രംപ് തന്നെ വിശേഷിപ്പിച്ചിരുന്നത് ഏതാണ്ട് ചൈനീസ് വൈറസ് എന്നാണ്. അങ്ങനെയാണ് വിശേഷിപ്പിച്ചിരുന്നത്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ട്രംപിന്റെ ഒരു പരാജയത്തിന് ഒരു പരിധി വരെ ഈ കോവിഡും തന്നെ ഒരു കാരണമായിട്ട് തന്നെയാണ് കരുതപ്പെടുന്നത്. ആ ഒരു സമയത്തുള്ള ഔട്ട് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ആ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് അമേരിക്കയുടെ ഉള്ളിൽ. ശരിക്കും അത് സ്പ്രെഡായി തുടങ്ങിയത് ചൈനയിൽ നിന്നാണെങ്കിലും ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കിയത് അമേരിക്കൻസിലാണെന്നുള്ളത് ആ രീതിയിലാണ് അവിടെ ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ഇതിനകത്ത് ഇപ്പം നിർണായകമായ കണ്ടെത്തലുകളും വെളിപ്പെടുത്തലുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ ഇവര് ശരിക്കും പറഞ്ഞാൽ ബയോ വെപ്പൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റിസർച്ച് ആൻഡ് അനാലിസിസ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ യു എസ് എയ്ഡിൽ നിന്നും ഫണ്ട് പോയിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ യു എസ് എയ്ഡിൽ നിന്ന് ഫണ്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇത് യു എസ് ആണ് നടത്തിയത് എന്നുള്ളതിലുപരിയായിട്ട് ഈ ഫണ്ട് കൊടുക്കുന്ന ഒരു സംവിധാനം, യു എസ് എയ്ഡിൽ നിന്ന് ഫണ്ട് കൊടുക്കുന്ന ഒരു സംവിധാനം ശരിക്കും പറഞ്ഞാൽ അവരുടെ ഇന്റലിജൻസ് യൂണിറ്റ് ആണ്, CIA ആണ് ഇത് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. CIA ത്രൂ ആണ് ഈ കംപ്ലീറ്റ് കാര്യങ്ങളും ട്രാൻസാക്ഷൻസ് എല്ലാം പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഭയങ്കര കോൺഫിഡൻഷ്യൽ ആണ്. ഇത് കോൺഫിഡൻഷ്യൽ ആണ് എന്നുള്ളതാണ് ഈ ഫണ്ട് ഇങ്ങനെ പോകുന്നതിനെയും ഇത് മേടിച്ചെടുക്കുന്ന ആൾക്കാരുടെയും ഒരു സെക്യൂരിറ്റി ആയിട്ട് അവർ കണക്കാക്കിയിരുന്നത്. കാരണം ഇത് ഇന്റലിജൻസ് വിവരമാണ്, ഒരിക്കലും ഇത് ചോർന്നു പോകത്തില്ല. അപ്പൊ ആ ഒരു കോൺഫിഡൻഷ്യൽ ക്ലാസിഫൈഡ് ഡോക്യുമെന്റ്സ് ആയിട്ട് തന്നെ ഇത് ഉണ്ടാവും. ആ ഒരു ധൈര്യത്തിന്റെ മേളിലാണ് ഈ പ്രബലമായിട്ടുള്ള ആൾക്കാരെല്ലാം ഇതിനകത്ത് കയറി കളിച്ചിരിക്കുന്നത്. ഇതിൽ ഡെമോക്രറ്റിലുള്ള കുറെ ആൾക്കാർ കുടുങ്ങാൻ പോവാണ്. പിന്നെ ഇതിനകത്ത് ഈ ഡെമോക്രറ്റുകൾക്ക് വേണ്ടി പണിയെടുത്ത കുറച്ച് ആൾക്കാർ, CIA-യിലായിക്കോട്ടെ, ഇന്റലിജൻസ് യൂണിറ്റിലായിക്കോട്ടെ, FBI-യിലായിക്കോട്ടെ, ഇവിടെ എല്ലാം ഈ യു എസ് എയ്ഡ് മേടിച്ച് കൂട്ടാനും അതിനെ മിസ്ലീഡ് ചെയ്ത് അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് പല രീതിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായകരമായിട്ട് ഇന്റലിജൻസ് യൂണിറ്റിലും അതേപോലെ FBI-യിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ഓഫീസർമാർക്കെല്ലാം തന്നെയും ഇപ്പം വിറയലാണ്. ഈ ഒരു കാഷ് പട്ടേൽ ഇതിനെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ആ പുസ്തകത്തിൽ പുള്ളി ഒരുപാട് ആൾക്കാരുടെ പേര്, അതിന്റെ ഡീറ്റെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ബേസിസ് ആയിട്ട് ഓരോ കാര്യങ്ങളും സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരാളിനെ ഇപ്പൊ ട്രംപ് പ്രപ്പോസ് ചെയ്തിരിക്കുകയാണ്. എന്തിനാണ്? FBI-യുടെ ചീഫായിട്ട്, FBI-യുടെ ഡയറക്ടറായിട്ട് പ്രപ്പോസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സെനറ്റില് അയാളുടെ വോട്ടിംഗ് പാസ്സാവുന്നില്ല. ഡെമോക്രാറ്റുകൾ മൊത്തത്തിൽ അയാളെ എതിർക്കുകയാണ്. കാരണം വേറെ ഒന്നുമില്ല, ഇയാളെങ്ങാൻ ആ പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ ഡെമോക്രാറ്റുകൾക്കും ചില നിർണായക ഓഫീസർമാർക്കൊക്കെ നല്ല പണി കിട്ടും. അതുകൊണ്ട് ഈ ഒരു കാഷ് പട്ടേൽ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി ഈ ഒരു FBI ഡയറക്ടർ ആകുന്നതിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് കാഷ് പട്ടേലിനോ അല്ലെങ്കിൽ ട്രംപിനോ അവർക്ക് മാർക്കോ റൂബിയോക്കോ ഉള്ള പ്രശ്നങ്ങളോ അതൊന്നുമല്ല. ഇതല്ലാതെ ഇവർ ഓപ്പോസിറ്റ് നിൽക്കുന്ന, അതായത് ഇപ്പൊ ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ അയച്ചു വിട്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെ ഭയക്കുന്ന ഒരാൾക്കാർ ഇവരുടെ എതിർവശത്ത് നിൽപ്പുണ്ട്. അവരാണ് ഇപ്പൊ ഡെമോക്രാറ്റുകളൊക്കെ ഇപ്പൊ ഇതുവരെ സെനറ്റില് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പം ഈ ഒരു ഇടയായിട്ട് ഈ ഒരു യു എസ് എയ്ഡ് അഥവാ ഈ ഡോജ് എന്ന് പറഞ്ഞ ഈ ഒരു സംവിധാനം പ്രവർത്തിച്ചു തുടങ്ങിയത് മുതൽ ഡെമോക്രാറ്റുകളെല്ലാം തന്നെയും ഈ പ്രപ്പോസ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ എല്ലാം തടഞ്ഞു വെക്കുന്ന ഒരു അവസ്ഥയിലാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. എനിവേ, മെജോറിറ്റി കിട്ടി കഴിഞ്ഞാൽ അവരെന്തായാലും ആവും, അതിൽ യാതൊരു മാറ്റമില്ല. പിന്നെ മെജോറിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക, അത്ര തന്നെ. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം വെച്ചാൽ ഈ യു എസ് എയ്ഡിൽ നിന്നും 1 മില്യൺ ഉക്രൈൻ ലാബിൽ പോയിട്ടുണ്ട്. ഈ ഉക്രൈൻ ലാബ് ആരുടെ ചുമതലയിലുള്ളതാണ്? ഈ ഉക്രൈൻ ലാബ് ഹണ്ടർ ബൈഡൻ എന്ന് പറഞ്ഞ ബൈഡന്റെ മകന്റെ ചുമതലയിൽ റൺ ചെയ്യുന്ന ഒരു ലാബാണ് ഉക്രൈനിലുള്ളത്. ആ ഉക്രൈൻ ലബോറട്ടറിയിൽ നിന്നാണ് വുഹാൻ ലാബിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ കണക്ഷൻ എവിടെയാണ് വരുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് ട്രംപ് വരുന്നതിന് മുമ്പ് ഡെമോക്രാറ്റുകൾ തന്നെയാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ട്രംപ് വന്നായിരുന്നു. ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടിയാണ്. ട്രംപ് വന്ന ഒരു 4 വർഷം കഴിഞ്ഞ് വീണ്ടും ഡെമോക്രാറ്റുകൾ തന്നെയാണ് വന്നത്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഡെമോക്രാറ്റുകളുടെ ആധിപത്യം ഈ ഒരു CIA-യിലായാലും ശരി, FBI-യിലായാലും ശരി, ഇവരുടെ ഡീപ് സ്റ്റേറ്റിൽ നല്ല രീതിയിൽ ഉണ്ടായിരുന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ട്രംപ് കഴിഞ്ഞ 4 വർഷം ഇരുന്ന സമയത്തും ഇതുപോലെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റാത്തത്. ട്രംപിന്റെ കഴിഞ്ഞ 4 വർഷം എങ്ങനെയായിരുന്നുള്ളത് നമുക്ക് വളരെ നല്ല രീതിയിൽ അറിയാം. കാരണം എടുത്ത തീരുമാനങ്ങളെല്ലാം
അപ്പോഴപ്പോഴും തന്നെ കൗണ്ടർ ചെയ്തുകൊണ്ടും അതിനെ അപ്പോൾ തന്നെ കോടതിയിൽ കയറ്റിക്കൊണ്ടും ഇംപീച്ച്മെന്റ് ആ രീതിയിലൊക്കെ പല രീതിയിൽ ട്രംപിനെ ഇട്ട് സ്ട്രഗിൾ ഏൽപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു ആദ്യത്തെ 4 വർഷം ട്രംപ് ഫേസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഉള്ള സംഗതി എന്ന് പറഞ്ഞാല് ഈ DOGE, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി, ഇത് രൂപീകരിച്ചതിന്റെ പ്രധാന ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് വിവേക് രാമസ്വാമിയാണ്. പുള്ളിക്കാരനാണ് ഇങ്ങനെ ഒരു സംവിധാനം രൂപപ്പെടുത്തി കൊണ്ടുവന്നത്. പിന്നീട് അത് ഇലോൺ മസ്കിനെ ഹാൻഡ് ഓവർ ചെയ്തിട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷേ ഈ ഐഡിയ, ഇതിന്റെ ഫുൾ സംരംഭം, ഇതിന്റെ ഓപ്പറേഷൻസ്, ഇതെന്താണ് ചെയ്യാൻ പോകുന്നത്, കംപ്ലീറ്റ് സെറ്റപ്പും വിവേക് രാമസ്വാമിയുടെ തലയിൽ നിന്ന് വന്നതാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. വിവേക് രാമസ്വാമി ഒരു ഗവർണർ പോസ്റ്റിലേക്ക് മാറാൻ വേണ്ടി അങ്ങ് ഒഴിഞ്ഞു പോവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സംരംഭം ഇലോൺ മസ്കിന്റെ ടെക്നോളജിക്കലി കുറച്ച് എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരാളുടെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതിനെ ഇലോൺ മസ്കിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അപ്പൊ എന്തായാലും അതൊക്കെ അവരുടെ ഇന്റേണൽ വിഷയങ്ങളാണ്. പക്ഷെ എന്നാലും ഇപ്പൊ ആ ഒരു സംവിധാനം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കോടതിയിൽ നിന്നൊക്കെ ഇടയ്ക്കൊക്കെ ചെറിയ വാർണിംഗ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. ചില കോൺഫിഡൻഷ്യൽ ഡോക്യുമെന്റ്സ് ഒക്കെ അങ്ങനെ ലീക്ക് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിരുന്നാലും ഇലോൺ മസ്ക് നല്ല രീതിയിലുള്ള ട്വീറ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇലോൺ മസ്ക് ഇട്ട ഒരു ട്വീറ്റാണ് ഈ നിങ്ങൾ കാണുന്നത്. ആ ട്വീറ്റിൽ പറയുന്നത് ഇത് തന്നെയാണ് സംഭവം. ഈ ഒരു ബയോ വെപ്പൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹണ്ടർ ബൈഡൻ ഈ ഒരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തത്. ഹണ്ടർ ബൈഡൻ ഒന്നും ഹണ്ടർ ബൈഡന്റെ പോക്കറ്റിലുള്ള പൈസ അല്ല എടുത്ത് ഇങ്ങോട്ട് കൊടുത്തിരിക്കുന്നത്. ഹണ്ടർ ബൈഡൻ അതായത് US താമസിക്കുന്ന സാധാരണക്കാരായ ആൾക്കാരുടെ ടാക്സ് പൈസ എടുത്തുകൊണ്ടാണ് ഈ കളി കളിച്ചിരിക്കുന്നത്. സാധാരണക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് അതില് നമ്മുടെ നാട്ടിൽ നിന്ന് പോയി US താമസിക്കുന്ന ആൾക്കാരും അതിൽ പെടും. അത് മനസ്സിലാക്കിക്കോണം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പരിപാടി ചെയ്തിട്ട് വുഹാൻ ലാബിൽ നിന്ന് ഈ വൈറസ് ലീക്ക് ആയതാണ്. അതാണ് ഇപ്പൊ കൃത്യമായിട്ട് കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ ഇതല്ലാതെ അവിടുത്തെ വെറ്റ് മാർക്കറ്റിൽ നിന്നോ അല്ലാതെ ഇത് വേറെ എവിടെ നിന്നെങ്കിലും ഇത് വവ്വാലിൽ നിന്നോ ഒന്നും വന്നതല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ വുഹാൻ ലബോറട്ടറിയിൽ നിന്ന് ലീക്ഡ് ആയതാണ്. ഇത് ലീക്കായി ഇങ്ങനെ സ്പ്രെഡായി. ശരി, ഓക്കെ. എന്നിട്ട് ഇതിനെ കുഴിച്ചു മൂടാൻ വേണ്ടിയിട്ട് വീണ്ടും പൈസ കൊടുത്തിട്ടുണ്ട്. ഇതേ ഉക്രൈൻ ത്രൂ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് ഇതുപോലെ ഫണ്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കുഴിച്ചു മൂടി വെക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, ജേർണലിസ്റ്റ്, അതായത് റോയിറ്റേഴ്സ് ഉൾപ്പെടെയുള്ള BBC ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക് ഫണ്ട് പോയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഇപ്പൊ അവരെല്ലാരും കൂടെ ചേർന്നിട്ട്, അതായത് ഈ മാധ്യമങ്ങൾക്ക് ഫണ്ട് പോയി എന്നുള്ളൊരു വിഷയം പുറത്തു വന്ന ഉടനെ മാധ്യമങ്ങളുടെ യഥാർത്ഥ സ്വഭാവം അവർ കാണിച്ചിരിക്കുകയാണ്. ഇതിൽ പല മാധ്യമങ്ങളും, അതായത് ഈ ഡെമോക്രറ്റുകൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, ട്രംപിനെ എതിർക്കുന്ന രീതിയിൽ ഇതൊക്കെ വേണ്ടാത്ത കാര്യങ്ങളാണ്, എന്തിനാണ് ഇപ്പൊ പഴയ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കുന്നത്, ഇതിനുള്ള ഒരു ആവശ്യമില്ല, ഇതുകൊണ്ട് എന്ത് നേട്ടമാണ്, അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ വരുന്നുണ്ടെന്നുള്ളതാണ്. ഈ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇതിനകത്ത് US പലരും ഇപ്പൊ പറയുന്നത് ഈ മാധ്യമങ്ങളിൽ വരുന്ന ന്യൂസുകൾ എല്ലാം തന്നെ പെയ്ഡ് ന്യൂസുകളാണെന്നുള്ള രീതിയിലുള്ള ഒരു അനുമാനത്തിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. ആർക്കും ഒന്നിനെയും വിശ്വാസമില്ല എന്നുള്ള അവസ്ഥയാണ്. വാൾസ്ട്രീറ്റ് ജേർണൽ ആയിക്കോട്ടെ, ന്യൂയോർക്ക് ടൈംസ് ആയിക്കോട്ടെ, വാഷിംഗ്ടൺ പോസ്റ്റ് ആയിക്കോട്ടെ, എല്ലാത്തിനെയും ഡൗട്ട്ഫുൾ ആയിട്ട് നോക്കിക്കാണുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ US ഈ ഒരു ജേർണലിസം മേഖല മാറിയിരിക്കുന്നത്. പക്ഷെ ഇതൊരു കാലഘട്ടത്തിൽ ഇവരിങ്ങനെ ചെയ്തു എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ ഇതിനകത്ത് റോയിറ്റേഴ്സ് ഉൾപ്പെടെ BBC ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ഇതിനകത്ത് പല രീതിയിൽ, അതിപ്പോ ഈ ഡെമോക്രറ്റിലുള്ള ആൾക്കാർ തന്നെ പല ആൾക്കാരും പല രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ. ഇപ്പൊ ഇൽഹാം ഒമർ എന്ന് പറഞ്ഞൊരു ലേഡി, ഈ ലേഡി എന്ന് പറഞ്ഞാൽ സൊമാലിയക്കാരിയാണ്, ഒറിജിൻ ഫ്രം സൊമാലിയ. ഇപ്പൊ US നാഷണൽ ആണ്. അതുപോലെ തന്നെ ഒറിജിൻ ഫ്രം സൊമാലിയ, ഇപ്പൊ US നാഷണൽ ആണ്. അവർ MP ആണ്, അവിടെ ഒരു മെമ്പർ ഓഫ് പാർലമെന്റേറിയൻ ആണ്. അപ്പൊ ആ രീതിയിലുള്ള ഇൽഹാം ഒമർ അവിടെ പറഞ്ഞിരിക്കുന്നത്, സംസാരിച്ചിരിക്കുകയാണ് പൊതുവേദിയിൽ. എന്താണ് ഈ ഒരു ഡോഡ്ജ് എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു സംവിധാനത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, അതിനെക്കുറിച്ച് എനിക്ക് എൻ്റെ അടുത്ത് നല്ലൊരു ഐഡിയ ഉണ്ട്. ഈ ഐഡിയ നമ്മൾ എല്ലാവരും കൂടെ കൂടി ചേർന്ന് ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കാന്ന് പറഞ്ഞിട്ട് ആ ഡെമോക്രറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു മീറ്റിംഗിൽ ഇവർ സംസാരിച്ചിരിക്കുകയാണ്. അപ്പൊ എങ്ങനത്തെ ആൾക്കാരാണ് അവിടെ ഉള്ളത് എന്നുള്ളതാണ് ഇതിലൂടെ ഞാൻ എക്സ്പോസ് ചെയ്യാൻ ഈ വാർത്ത നമ്മൾ പറയുന്നത്. ഈ ഇൽഹാം ഒമറിനെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാല്, നമ്മുടെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ലാസ്റ്റ് ടൈം ഇലക്ഷന്റെ ആ ഒരു സമയമായിട്ട് ബന്ധപ്പെട്ട് US വിസിറ്റ് ചെയ്തിരുന്ന സമയത്ത് ഈ ലേഡിയെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ലേഡിയെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡയറക്റ്റ്. ഇത് പത്രമാധ്യമങ്ങളിലൊക്കെ പ്രിന്റ് മീഡിയയിൽ ലളിതമായിട്ട് അച്ചടിച്ച് വന്നിരുന്നതാണ് ഇവരുടെ പിക്ചറും രാഹുൽ ഗാന്ധിയുടെ പിക്ചറൊക്കെ ആയിട്ട്. ഇവർ കൂടുതലായിട്ട് സംസാരിക്കുന്നത്, തീർച്ചയായിട്ടും ഇവർ സൊമാലിയക്കാരിയാണ്, ഒരു മുസ്ലിമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ കശ്മീരിൽ ഇന്ത്യ എടുത്തൊരു നിലപാട്, ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്യുന്നതിനെ ഇവർ താല്പര്യമില്ലാത്ത രീതിയിൽ US കശ്മീർ മേഖലയിൽപ്പെട്ട ആൾക്കാരെ ഒരുമിപ്പിച്ചിട്ട് ഇവർ ഇന്ത്യക്കെതിരെയുള്ള പ്രൊട്ടസ്റ്റ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള, അതേപോലെ ചെറിയ ഹോർഡിങ്സ് ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിലുള്ള ചെറിയ പ്രവർത്തനങ്ങളൊക്കെ. ഇപ്പൊ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പോയി കഴിഞ്ഞാൽ ഇവരവിടെ ലീഡ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർക്കെതിരെ എന്തെങ്കിലും എതിരെ എഴുതിയിട്ട് ഹോർഡിങ്സ് ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെയൊക്കെ സംഘടിപ്പിക്കുന്ന ടീമാണ് ഈ ഇൽഹാം ഒമർ എന്ന് പറയുന്നത്. ആ വ്യക്തിയാണ് രാഹുൽ ഗാന്ധി പോയി കണ്ടത്. ഞാൻ പറയുന്നത്, നീ ഇന്ത്യക്കുള്ളിൽ ഒരു പക്ഷേ ഓപ്പോസിറ്റ് പാർട്ടി ലീഡറോ, നല്ലൊരു പൊസിഷനാണ് ഓപ്പോസിറ്റ് പാർട്ടി ലീഡർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഓപ്പോസിഷനിൽ ഇരിക്കുന്ന ഒരാള് ഇന്ത്യക്കുള്ളിൽ നീ അടി വഴക്കൂട്, നീ പ്രൈം മിനിസ്റ്ററിനെ കുറിച്ച് എന്ത് വേണമെങ്കിലും എഴുതി ഹോർഡിങ്സ് ഒക്കെ പിടിക്കുക, അതൊക്കെ ശരിയാണ്. പക്ഷെ ഒരു നാടിന്റെ പുറത്ത് പോകുമ്പോഴത്തേക്കും നീ ഇന്ത്യക്കാരനായിട്ടാണ് പോകുന്നത്. അപ്പൊ ആ ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ത്യക്കുള്ളിൽ നീ കാണിക്കുന്ന പൊളിറ്റിക്സ് അല്ല നീ അമേരിക്കയിൽ പോയി കാണിക്കേണ്ടത്.
അത് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ള കാര്യമാണ്. കാരണം ഒരു ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരു പാട്രിയോട്ടിസം ഉണ്ടല്ലോ, ആ രീതിയിൽ ഒരുമിച്ച് നിൽക്കണം. ഇന്ത്യക്കുള്ളിൽ നീ വരൂ, വന്ന് ക്രിട്ടിസൈസ് ചെയ്യൂ, ഹെൽത്തി ആയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കൂ, സെൻട്രൽ ഗവൺമെന്റിന്റെ പോളിസികൾ വിമർശിക്കൂ, ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇതൊക്കെ ഇറസ്പെക്റ്റീവ് ഓഫ് പാർട്ടിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഒരു പാർട്ടിക്കും ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളല്ല, ആരും ഒഫൻഡഡ് ആവേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് ലീഡേഴ്സ് ഫോളോ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ മലർന്നു കിടന്നിട്ട് നമ്മൾ സ്വയം ഇങ്ങനെ തുപ്പേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇനി ഞാൻ പറയാൻ പോകുന്ന വ്യക്തിയാണ് ജെന്നിഫർ ലാർസൺ. ഈ ജെന്നിഫർ ലാർസൺ എന്ന് പറഞ്ഞ ഈ ഒരു ലേഡി നിങ്ങൾ കണ്ടോ? ഈ ലേഡി നിൽക്കുന്നത് ആരാണെന്ന് അറിയാമോ? അസൗദ്ദീൻ ഒവൈസി. അസൗദ്ദീൻ ഒവൈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെലുങ്കാന, ഇപ്പൊ തെലുങ്കാന, പണ്ടത്തെ ആന്ധ്ര, ഇപ്പോഴത്തെ തെലുങ്കാന. അപ്പൊ ഈ ഹൈദരാബാദാണ് അയാൾ താമസിക്കുന്നത്. അസൗദ്ദീൻ ഒവൈസിയുടെ കൂടെയാണ് ഈ ഒരു ലേഡിയെ നിങ്ങൾ കാണാൻ കഴിയുന്നത്, ജെന്നിഫർ ലാർസൺ. ഇത് ഓർത്ത് വെച്ചോ. ഈ ജെന്നിഫർ ലാർസന്റെ ചരിത്രം നമ്മൾ മൊത്തത്തിൽ ചകഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഇവരൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡിപ്ലോമേറ്റ് ആണ്, അതിൽ യാതൊരു മാറ്റമില്ല. പക്ഷെ പല തരികിട പരിപാടികളും കാണിക്കുന്ന ഒരു ഡിപ്ലോമേറ്റ് ആണ്, അതും കൂടെ പറയേണ്ടി വരും. ലിബിയയിലെ ഗഡാഫിയെ തകിടം മറിച്ചിടാൻ ഏറ്റവും ആദ്യം ചുക്കാൻ പിടിച്ച ലേഡി, US-ന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ലേഡി എന്ന് പറഞ്ഞാൽ ഈ ഒരു ലേഡിയാണ്. ആ ലേഡിയാണ് ഇപ്പൊ ഹൈദരാബാദിലുള്ള US-ന്റെ കോൺസുലേറ്റിലുള്ളത്. ഹൈദരാബാദിലുള്ള US-ന്റെ കോൺസുലേറ്റിലുള്ളത്. ഈ ഹൈദരാബാദിലേക്ക് US കോൺസുലേറ്റ് പുതുക്കിപ്പെടുന്നത് 2020-ലാണ്. 2020 മാർച്ച് മാസമാണ് ഇത് ഓപ്പൺ ആക്കുന്നത്. 2020 ഇത് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നത് പറഞ്ഞാല് ഇന്ത്യക്കുള്ളിൽ US എയ്ഡ് വന്ന ഒരു വഴിയും അത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതും ഏത് രീതിയിലാണെന്നത് ഇതിനകത്ത് അത് ഇന്ത്യക്കുള്ളിലും അത് നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഇവിടെ എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി നിങ്ങൾ കണ്ടോ, വളരെ ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. ഈ യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യക്കുള്ളിൽ ഹൈദരാബാദിൽ ഒരു ട്രാൻസ്ജെൻഡർ ക്ലിനിക് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഈ ട്രാൻസ്ജെൻഡർ ക്ലിനിക്കിന് ഫണ്ട് ചെയ്തിരിക്കുന്നത് US എയ്ഡ് ആണ്. മനസ്സിലായോ? ഇപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം മനസ്സിലായല്ലോ. അപ്പൊ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചിരിക്കുന്നത് ഈ ഒരു ജെന്നിഫർ ലാർസൺ എന്ന് പറഞ്ഞ ഈ ഒരു ലേഡിയാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ തെലങ്കാനയിൽ മനസ്സിലായല്ലോ, കോൺഗ്രസിന്റെ റൂളിംഗ് ആണ് അവിടെ നടക്കുന്നത്. കോൺഗ്രസ്സുകാരായിട്ടുള്ള ആൾക്കാർ ഇത് വീഡിയോ കേൾക്കുന്നെങ്കിൽ നിങ്ങൾ ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണെന്നുള്ളത് നിങ്ങൾ വിലയിരുത്തുക എന്നുള്ളതാണ്. ഇത് കോൺഗ്രസ് എന്നല്ല, BJP എന്നല്ല, ഏത് പാർട്ടി ചെയ്താലും ഞാൻ പറയും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ഒരു പാർട്ടിയും ഫേവർ ചെയ്യാനോ, സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമായി ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോ എന്ത് കമന്റ് ആര് വിചാരിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല എന്നുള്ളതാണ്. ഈ ഒരു ലേഡി, ഈ ഒരു ജെന്നിഫർ ലാർസൺ എന്ന് പറയുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന ആ ഒരു തെലങ്കാന സ്റ്റേറ്റിൽ ഇവർക്ക് നല്ല സ്വാധീനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഞാൻ കാണിക്കുന്ന ഈ ഒരു പിക്ചർ അസൗദ്ദീൻ ഒവൈസിയുടെ വീട്ടില് അവരുടെ ഇഫ്താർ പാർട്ടിയിൽ പങ്കെടുക്കുന്ന ജെന്നിഫർ ലാർസൺ ആണ്. അത് അത്ര ക്ലോസ് കണക്ടിവിറ്റി, അത്ര ക്ലോസ് കോണ്ടാക്റ്റിൽ ഉള്ള ഒരു വ്യക്തിയാണ് ജെന്നിഫർ ലാർസൺ ഈ ഒരു അസൗദ്ദീൻ ഒവൈസിക്ക്. ഇത് അസൗദ്ദീൻ ഒവൈസിക്ക് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയിൽ വളരെ നല്ല രീതിയിൽ പിടിമുറുക്കമുള്ള ഒരു ലേഡിയാണ്. കാര്യം വേറെ ഒന്നുമില്ല, ഈ ജെന്നിഫർ ലാർസൺ, ഇതേപോലെ ഈ ഒരു ഇൽഹാം ഒമർ, ഇതേപോലെ തന്നെ ഡൊണാൾഡ് ലൂ, ഇവരെല്ലാം ഒരു ടീമുകളാണ്. ഈ ടീമുകളെ വെച്ചുകൊണ്ടാണ് ഇന്ത്യക്കുള്ളിൽ എന്തെങ്കിലും ക്യാമ്പയിൻ റൺ ചെയ്യണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്. അരവിന്ദ് കെജ്രിവാളിനെതിരെ ഒരു അറസ്റ്റ് ഉണ്ടായപ്പോഴത്തേക്കും ഇന്ത്യയിൽ ഡെമോക്രസി നഷ്ടപ്പെട്ടിരിക്കുന്നു ഒരു വാർത്ത അന്ന് പരക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെയൊക്കെ പുറകിൽ ആരാണെന്നാണ് വിചാരിക്കുന്നത്? ഇതിന്റെയൊക്കെ ആൾക്കാർ ഇവരാണ്. കശ്മീർ ആർട്ടിക്കിൾ 370 അബ്രഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കശ്മീർ ഇന്ത്യയുടെ സോവറൈൻ സ്റ്റേറ്റ് ആയിട്ട് മാറുകയല്ലേ ചെയ്തത്. അത് രാഹുൽ ഗാന്ധിക്കും കൂടെ അഭിമാനകരമായിട്ട് ഇരിക്കേണ്ട ഒരു വിഷയമല്ലേ. അതിനെതിരെ നിൽക്കുന്ന ഒരു ലേഡിയെ പോയി കാണേണ്ട ഏതെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നോ? ഒരു ആവശ്യമില്ല. ഇത് വളരെ പാട്രിയോട്ടിക് ആയിട്ടാണ് ഞാൻ പറയുന്നത്, അല്ലാതെ പാർട്ടിപരമായിട്ടല്ല. എനിക്കൊരു പാർട്ടിയില്ല. ഇതിലൂടെ LGBTQ കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, ട്രാൻസ്ജെൻഡർ ആയിക്കോട്ടെ. ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോഴത്തേക്കും ഇന്നലെ തന്നെ ഞാനൊരു കമന്റ് വായിക്കുകയുണ്ടായി. ശരിക്കും പറഞ്ഞാൽ LGBTQ-നോടുള്ള നിലപാട്, LGBTQ എന്ന് ഞാൻ പറയുന്നത് 18 ട്രൈസോമി 21 ട്രൈസോമി ഉള്ള ട്രാൻസ്ജെൻഡറോ അതേപോലത്തെ ആൾക്കാരെ അല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വളരെ വ്യക്തമാണ്. പല ആൾക്കാരും ഫേക്ക് ആയിട്ട് തന്നെ ആ കമ്മ്യൂണിറ്റിയിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പല യങ്സ്റ്റേഴ്സും തെറ്റിദ്ധരിക്കപ്പെട്ടും ആ ഒരു കമ്മ്യൂണിറ്റിയിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ നിഷേധിക്കാൻ പറ്റാത്ത വിഷയങ്ങളാണ്. അപ്പൊ ഇതുപോലെയുള്ള ആൾക്കാരെയൊക്കെ പ്രൊമോട്ട് ചെയ്യാനും ഇവരെയൊക്കെ ഫിൽട്ടർ ചെയ്യാനും അതിനകത്ത് ഒരു മാർഗമില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഫിൽട്ടർ സിസ്റ്റം ആ ഒരു LGBTQ++-ഒന്നും ഇല്ല. അവര് ++++ എന്ന് ഇട്ടുകൊണ്ട് പോവാണ്. എത്ര പ്ലസ് വേണമെങ്കിലും അതിനകത്ത് ചേരാന്നുള്ള അവസ്ഥയാണുള്ളത് ഇന്നത്തെ ഒരു LGBTQ കമ്മ്യൂണിറ്റി വെച്ച് നോക്കുമ്പോഴത്തേക്കും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആർക്ക് വേണമെങ്കിലും പോയി ചേരാവുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറിയിരിക്കുന്നതാണ് ഒരു LGBTQ കമ്മ്യൂണിറ്റി. ജെൻഡർ നിങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കും അവിടെ ജെൻഡർ ന്യൂട്രൽ ആയിരിക്കും. LGBTQ+++ എന്ന് എഴുതി പോയാൽ മതി. ശരിക്കും ഞാൻ പറയുന്നത്, ശരിക്കും യഥാർത്ഥത്തിൽ LGBTQ കമ്മ്യൂണിറ്റിയിൽ ആരാണോ ഉള്ളത് അവർക്ക് ഈ ഒരു റൈറ്റ്സ് കിട്ടാൻ ഇതൊരു തടസ്സമായി തീരും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഒരു പദ്ധതിയുടെ പുറകിൽ ഇങ്ങനത്തെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു. ആ യൂണിവേഴ്സിറ്റിക്ക് ഫണ്ട് വന്നത് US എയ്ഡ് ത്രൂ ആണ്. അപ്പൊ അങ്ങനെ US എയ്ഡ് ത്രൂ വന്ന ഫണ്ട് ഇതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും US-ൽ പുരോഗമിക്കുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ ട്രാൻസ്ജെൻഡർ ക്ലിനിക്ക് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. 2020 ഈ ഒരു US കൗൺസിലേറ്റ് ഹൈദരാബാദിലോട്ട് മാറുന്നു. ജെന്നിഫർ ലാർസൺ എന്ന് പറഞ്ഞ ആ ലേഡി അവിടെ വരുന്നു.
അവർ ഭയങ്കരമായിട്ട് അവിടെ ഈ തെലങ്കാന സ്റ്റേറ്റിലുള്ള എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ മിങ്കിളായി സംസാരിക്കുന്നു. 2021 തന്നെ അവിടെ ക്ലിനിക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. US കോൺസുലേറ്റ് വിചാരിക്കാതെ ഇവിടെ US നിന്നും ഫണ്ടൊന്നും വരാൻ പോകുന്നില്ല. അതെന്തായാലും നിങ്ങൾ മനസ്സ് വെച്ചോളും. ജെനിഫർ ലാർസനെതിരെ വരെ അന്വേഷണം വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡർ ഇങ്ങനെ ഒരു സംഘടനയുണ്ട്. ഇവർ പുറത്തു വന്നിരിക്കുകയാണ്. അതായത് ഈ ഒരു ജേർണലിസത്തിനെതിരെ നടക്കുന്ന ഈ ഒരു ഇതൊക്കെ നിർത്തണം, ഈ ഫണ്ടിങ് ഒക്കെ കൊടുക്കാതിരിക്കരുത്, അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റ് ചെയ്യുന്ന ഒരു പ്രവൃത്തികളും പിന്നെ പുറത്തു വരത്തില്ല, ആ രീതിയിലുള്ള ചില സോഫ്റ്റ് കോർണർ ഡയലോഗുമായിട്ടൊക്കെ ഇവർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 167 മില്യൺ തീവ്രവാദത്തിന് ഫണ്ട് പോയിട്ടുണ്ട്. ഇത് വാൾ സ്ട്രീറ്റ് ജേർണലിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രസിദ്ധീകരണം വന്നിട്ടുണ്ട്. വാൾ സ്ട്രീറ്റ് ജേർണൽ അവർ പറഞ്ഞിരിക്കുന്നത് ഈ വിഷയം മുൻകൂട്ടി വാൾ സ്ട്രീറ്റ് ജേർണൽ അറിയുകയും അവര് ഇതിനെ തടസ്സമിടാൻ വേണ്ടിയിട്ട് ഒരു ഇൻഫർമേഷൻ ഓൾറെഡി തന്നെ അന്നത്തെ ഗവൺമെന്റിന് പാസ് ചെയ്തതുമായിട്ടുള്ള ഒരു മെസ്സേജ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ചില ജെന്യൂൻ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരൊക്കെ പുറത്ത് വരുന്നുണ്ട്, കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട്. അതുപോലെ മൈക്ക് ബെൻസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഇതിനു മുമ്പ് ട്രഷറിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരാൾ, അയാളും കുറെ കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. അപ്പൊ കുറച്ച് നല്ല വ്യക്തികളായിട്ടുള്ള ആൾക്കാരൊക്കെ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട്. ഇതൊക്കെ ട്രംപിന് ഗുണകരമായിട്ട് മാറുന്ന ഒരു വിഷയങ്ങളുമാണ്. കാരണം ഇതൊക്കെ കോടതിയിൽ കേസ് പോകുമ്പോഴത്തേക്കും അതിനെ സപ്പോർട്ടിംഗ് ആയിട്ട് വാലിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റുകളാണ്. റഷ്യ ഉക്രൈൻ മേഖലയിൽ നല്ല രീതിയിലുള്ള സംഘർഷമാണ് മുന്നോട്ട് പോകുന്നത്. വേറൊന്നുമല്ല, റഷ്യ ഗ്ലൈഡ് ബോംബിംഗ് ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതിനെ പ്രത്യേക വീഡിയോ തന്നെ ചെയ്യേണ്ടി വരും ഈ ഗ്ലൈഡ് ബോംബിങ്ങിനെ കുറിച്ച്. ഈ ഒരു ബോംബിംഗ് അറ്റാക്കിനെ ഒട്ടും ചെറുക്കാൻ പറ്റാത്ത രീതിയിലാണ് ഉക്രൈൻ പതറിപ്പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇന്ന് സെലൻസ്കി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്, അതായത് അസിസ്റ്റന്റുകൾ, തക്കതായ അസിസ്റ്റന്റ് ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഉക്രൈൻ മുന്നോട്ട് പോകുന്നത്. അസിസ്റ്റന്റ് ഇല്ലാതെ ഇനി ഒരു ദിവസം പോലും നമുക്ക് മുന്നോട്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് സെലൻസ്കി പറഞ്ഞിരിക്കുന്നത്. ട്രംപും പുടിനും ഓൾറെഡി തന്നെ ടെലിഫോൺ കോൺവെർസേഷൻ നടത്തിയിട്ടുണ്ട്. എന്തൊക്കെയോ ചില തീരുമാനങ്ങൾ പിന്നാമ്പുറത്ത് നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. വൈകാതെ തന്നെ സെലൻസ്കിക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ട്രംപ് അവിടെ രണ്ട് കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഒന്ന് ഈ ഒരു നാറ്റോ രാജ്യങ്ങളുടെ സപ്പോർട്ടോട് കൂടി ബാൾട്ടിക് റീജിയനിൽ കിടക്കുന്ന രാജ്യങ്ങളെല്ലാം തന്നെയും അവരെല്ലാം ഇവർ പേടിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അതായത് റഷ്യ നിങ്ങളെയൊക്കെ കയറി പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഈ ബാൾട്ടിക് റീജിയനിൽ കിടക്കുന്ന രാജ്യങ്ങളെ. അപ്പം ഈ സോവിയറ്റ് റഷ്യയിൽ ഉണ്ടായിരുന്ന സമയത്ത് ആ ഒരു രീതിയിലുള്ള ഒരു ഭീതി ഈ ഒരു യൂറോപ്യൻ യൂണിയൻ അഥവാ ഈ ഒരു നാറ്റോയിൽപ്പെട്ട രാജ്യങ്ങളൊക്കെ, ഈ നാറ്റോ രാജ്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു ഭീതി അവിടെ പരത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബാൾട്ടിക് രാജ്യങ്ങളൊക്കെ റഷ്യക്ക് എതിരായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് എത്തിപ്പെട്ടിരിക്കുകയാണ്. റഷ്യയെ സപ്പോർട്ട് ചെയ്ത് നിന്നു കഴിഞ്ഞാൽ നാറ്റോ രാജ്യങ്ങളുടെ രീതിയിൽ നിന്ന് ഒരു ചെറിയ ഓപ്പോസിഷൻ വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് രണ്ടും കൂടെ ഒന്ന് ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡിസിഷൻ ആയിരിക്കും ട്രംപ് എടുക്കാൻ പോകുന്നത്. ഈ വീക്കിൽ തന്നെ സെലൻസ്കി എടുത്ത് സംസാരിക്കും എന്നാണ് ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തു വരുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു കറക്ഷൻ ഫേസ് ആണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റ് നല്ല തകർച്ച നേരിട്ട ദിവസമാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പം ഈ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ, ഈ ലോങ് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരായാലും ശരി, ഷോർട്ട് ടൈം എന്ന് പറഞ്ഞാൽ 1 year 2 yearലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരും വലിയ രീതിയിൽ പിന്നെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തീർച്ചയായിട്ടും ഇത് റിക്കവർ ആവും. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫേസ് എന്ന് പറഞ്ഞാൽ ഈ ഫോറിൻ ഇൻവെസ്റ്റർ ആയിട്ടുള്ള ആൾക്കാർ ഇതിനു മുമ്പ് സ്റ്റോക്ക് മേടിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അവരൊക്കെ ഇപ്പൊ അത് വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അത് വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയൊരു ഇടിവാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇന്നത്തെ കാലത്ത് ഒരുപാട് യങ്സ്റ്റേഴ്സ് ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുകയും ഒരുപാട് അതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ താല്പര്യം കാണിക്കുകയും കുറെ യങ്സ്റ്റേഴ്സ് അതിലേക്ക് ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് കൂടുതൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള കാര്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിലിപ്പോ അങ്ങനെയൊന്നും വറീഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ 90s ഒരു MRFന്റെ ഒരു സ്റ്റോക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 90s നിങ്ങൾ ഒരു MRFന്റെ സ്റ്റോക്ക് മേടിച്ചിരുന്നെങ്കിൽ ഏതാണ്ട് 1900 അല്ലെങ്കിൽ ഒരു 2000 രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് ഒരു സ്റ്റോക്ക് മേടിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അതേ സ്റ്റോക്ക് ഇന്ന് ഒരു MRFന്റെ സ്റ്റോക്കിന്റെ വില നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 1 ലക്ഷം പ്ലസ് ആണ്. അപ്പൊ എന്തായാലും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ പഠിക്കുക. അതിൽ ബുദ്ധിപൂർവ്വം നിങ്ങൾ അതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പക്ഷെ പഠിച്ച് ബുദ്ധിപൂർവ്വം മുന്നോട്ട് പോകണം കേട്ടോ. എത്രത്തോളം പൈസ ഉണ്ടാക്കാൻ പറ്റുമോ അതുപോലെ പൈസ നഷ്ടപ്പെടുന്ന ഒരു മേഖലയും കൂടിയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അതും കൂടെ നിങ്ങൾ അറിഞ്ഞു വെച്ചോണം. അപ്പൊ ഇന്ന് ഹമാസ് ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതായത് അടുത്ത ബന്ദികളെ റിലീസ് ചെയ്യുന്നതിന്റെ ഒരു രീതി, അതായത് February 15th അടുത്ത റിലീസ് ചെയ്യേണ്ടതാണ്. അത് അവര് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ഇസ്രായേൽ കൃത്യമായ എയ്ഡ് ഫെസിലിറ്റി ഉറപ്പാക്കുന്നില്ല. അതായത് എയ്ഡ് ട്രക്കുകൾ കടന്നു വരുന്നതിന് എന്തൊക്കെയോ തടസ്സങ്ങളുണ്ട് അത്രേ. അതുകൊണ്ട് റീസെറ്റിൽമെന്റ്, ഈ ഗാസയ്ക്കുള്ളിൽ ആൾക്കാർ പോയി ടെന്റ് അടിച്ച് താമസിക്കാൻ അവർക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അതിലുണ്ടാകുന്ന ഡിലേ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഇപ്പൊ ഈ പരിപാടി കാണിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും ഹമാസിന് തിരിച്ചടിയാണ്. ഇവർ ഉദ്ദേശിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, ഇസ്രായേലിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ബന്ദികളെ വിടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ ഉള്ളിൽ പൊളിറ്റിക്കൽ ചേഞ്ച് എങ്ങനെ ഉണ്ടാവും, അതാണ് ഇവർ ശ്രദ്ധിക്കുന്നത്, ഹമാസ്. അപ്പൊ ട്രംപ് വളരെ ശക്തമായി തന്നെ ഇസ്രായേലിന് ഒപ്പം നിൽക്കുകയാണ്. അത് പോരാഞ്ഞിട്ട് ഹമാസിനെ പുറത്താക്കും എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലൊക്കെ ഉള്ള സ്ഥിതിക്ക് ഇവർ ഒരു പ്രഷർ ഇട്ട് നോക്കുകയാണ് നെതന്യാഹുവിനെതിരെ. ഇസ്രായേലിൽ ഇപ്പൊ ഈ ബന്ദികളെ വിടുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടല്ലോ. അത് എത്രമാത്രം പ്രഷർ ഒന്ന് കൊടുക്കാമെന്നുള്ള രീതിയിലുള്ള ചിന്തയാണ്, ആ ഒരു ചിന്തയിലാണ് ഇപ്പൊ നിർത്തിയിരിക്കുന്നത്. അല്ലാതെ ആൾക്കാർക്ക് ടെന്റ് അടിച്ച് താമസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതിൽ വിഷമിച്ചിട്ടല്ല. പക്ഷെ അതൊരു റീസൺ ആയിട്ട് ഒരു കാണിച്ചുകൊണ്ട് ബന്ദികളുടെ മോചനം നിർത്തി വെച്ചിരിക്കുകയാണ് അടുത്ത ഒരു അനൗൺസ്മെന്റ് വരുന്നത് വരെ എന്നാണ് സ്റ്റേറ്റ്മെന്റ്. നോക്കാം അവർ എന്തായി തീരുന്നെന്നുള്ളത്.
കാരണം രണ്ടാം ഘട്ട ചർച്ച മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ രണ്ടാം ഘട്ട ചർച്ചയുടെ വിഷയങ്ങളല്ല നടക്കുന്നത്. ശരിക്കും ഈ ഒരു ഫസ്റ്റ് ഫേസിനെ കുറിച്ച് തന്നെയാണ് ഇപ്പോഴും ഡിസ്കഷൻ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് തന്നെയാണ് മൊസാദിന്റെ ടീമിൽ നിന്നും ഇതേ മെസ്സേജ് തന്നെയാണ് വന്നിരിക്കുന്നത്. കാരണം അവിടെ ഫസ്റ്റ് ഫേസ് തന്നെ ഇതുവരെ പൂർത്തിയായിട്ടില്ല. അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. അസൗദ്ദീൻ ഒവൈസി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാളൊക്കെ പാർലമെന്റിലെ മെമ്പറാണ്, ഈ മെമ്പർ ഓഫ് പാർലമെന്റേറിയൻ ആണ്. അപ്പൊ ആ രീതിയിൽ വേണം ബിഹേവ് ചെയ്യാൻ. അല്ലാതെ ഇപ്പോൾ ഒരു ഡിപ്ലോമാറ്റിനെ വിളിച്ചുകൊണ്ട് വീട്ടിൽ വന്നിരുത്തി ചോറ് കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്നുള്ളതാണ്. ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതാണ്. കാരണം പല പൊളിറ്റീഷ്യൻസിന്റെ പുറകിലും പിന്നാമ്പുറ കഥകളൊക്കെ പിന്നീടായിരിക്കും നമ്മൾ അറിയുന്നത്. കാരണം മുൻകൂട്ടി നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു പ്രിവെൻഷൻ മാനറിൽ നമ്മൾ ഇതിനെയൊക്കെ നമുക്ക് ഇപ്പം വെളിയിൽ ഒരുപാട് ഇന്റലിജൻസും ഇന്ത്യയുടെ ഇന്റലിജൻസും റോ ഏജൻസും ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് വെച്ചോ, അവരൊക്കെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. പക്ഷെ ഇന്ത്യക്കുള്ളിൽ ചില വിഷയങ്ങൾ നടക്കുന്നെങ്കിൽ ഇതേപോലത്തെ ഈ പൊളിറ്റീഷ്യൻസ്മാരൊക്കെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ റിലേഷൻഷിപ്പ് ഒക്കെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നെങ്കിൽ ഇതിന്റെ പുറകിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ലാഭമോ എന്തെങ്കിലുമൊക്കെ ഒരു ചേതോ വികാരം കാണും. അതിനെ കണ്ടെത്താനും ഇന്ത്യക്കുള്ളിൽ നല്ല രീതിയിൽ ഒരു ഇന്റർണൽ ഇന്റലിജൻസ് സംവിധാനം സംഘടിപ്പിക്കണം. എന്നിട്ട് ഈ ഓരോ പൊളിറ്റീഷ്യൻസിനെയും മോണിറ്റർ ചെയ്യണം. കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, BJP, ഇറസ്പെക്റ്റീവ് ഓഫ് എനി പൊളിറ്റിക്കൽ പാർട്ടി, ഇവന്മാരെല്ലാം മോണിറ്റർ ചെയ്യണം. അങ്ങനെ നമ്മൾ മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ MP ഫണ്ട് എന്ത് ചെയ്യുന്നു, ഇവരുടെ MLA ഫണ്ട് എന്ത് ചെയ്യുന്നു, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ഇവർ ഡിസ്പ്ലേ ചെയ്ത് തരേണ്ട ഒരു അവസ്ഥയിൽ വരും. ഇതൊക്കെ വിവരാവകാശ നിയമപ്രകാരം നമ്മൾ പോയി അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു അവസ്ഥ വരരുത്. അല്ലാതെ ഇത് വെറുതെ വിട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഇപ്പൊ US നടക്കുന്നില്ലേ ഡോജ് സംവിധാനം, ഇതേപോലെ സംവിധാനമൊക്കെ കൊണ്ടുവന്ന് ഇന്ത്യക്കുള്ളിൽ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അപ്പൊ ഇതുപോലെ ഇവരുടെയൊക്കെ ഫണ്ടുകൾ നല്ല രീതിയിൽ ഇപ്പോൾ ഒരു മിനിസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ 7 ലക്ഷം 8 ലക്ഷം വരെ സുഖമായിട്ട് കിട്ടും മന്ത്ലി. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് എന്തൊക്കെ ചെയ്യുന്നു ഇവർ, MLA ഫണ്ടിൽ നിന്ന് എന്ത് പുരോഗതിയാണ് ഇവർ നാട്ടിലേക്ക് ചെയ്യുന്നത്, MP ഫണ്ടിൽ നിന്ന് എന്താണ് ചെയ്യുന്നത്, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് വിലയിരുത്തണം. എനിവേ ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ. എനിവേ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.